വിദ്യാഭ്യാസ മേഖലയിൽ ന്യായമായി ലഭിക്കേണ്ട 1444.4 കോടി രൂപ കേന്ദ്രം നൽകാനുണ്ടെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ഇനിയും അത് തന്നിട്ടില്ലെങ്കിൽ കോടതിയെ സമീപിക്കും. ഗുജറാത്തിലെയും യു.പിയിലെയും കുട്ടികളെപ്പോലെ തന്നെ കേന്ദ്ര സർക്കാർ കേരളത്തിലെ കുട്ടികളെയും കാണണം. വിവേചനം കാണിക്കാൻ പാടില്ലെന്നും മന്ത്രി. 1444.44 കോടി രൂപ കിട്ടാനുണ്ട്. ഇനി എന്തായാലും കോടതിയെ സമീപിക്കാൻ തന്നെയാണ് തീരുമാനം. എംപിമാരുടെ കോൺഫറൻസിലും ഈ കാര്യം പറയുക ഉണ്ടായി. ഇനിയിപ്പോൾ കോടതിയിൽ തന്നെ സമീപിച്ചാൽ മാത്രമേ നിർവാഹമുള്ളൂ എന്നുള്ള സ്ഥിതിയാണുള്ളത്. കേരളത്തിന് ന്യായമായി കിട്ടേണ്ട കാശാണ്, നിയമപരമായി കിട്ടേണ്ട കാശാണ്. അത് നിഷേധിക്കുന്നതിനുള്ള അധികാര അവകാശമൊന്നും ഒരു ഗവൺമെൻറ്റിനും ഇല്ല. ഗുജറാത്തിലെ കുട്ടികളെയും യു.പിയിലെ കുട്ടികളെയും കേരളത്തിലെ കുട്ടികളെയും ഒരുപോലെ കാണുവാനുള്ളൊരു മാനസികാവസ്ഥ കേന്ദ്രം വരണം. സഫ്വാൻ കാളികാവ് വിശദാംശങ്ങൾ നൽകും. സഫ്വാൻ, എങ്ങനെയാണ് ഇത്രയും വലിയൊരു കുടിശ്ശിക കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് വന്നത്? ഏതൊക്കെ മേഖലയിൽ ഏതൊക്കെ സ്കീമുകളിലായാണ് 1400 കോടി രൂപ കേന്ദ്രം വിദ്യാഭ്യാസ വകുപ്പിന് നൽകാനുള്ളത്? അത് ഇനിയും നൽകിയിട്ടില്ല എങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ അടുത്ത നീക്കം എങ്ങനെയാണ്? സംസ്ഥാന സർക്കാർ ഭാഗമാക്കാത്തതിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്രം വലിയൊരു തുക വിദ്യാഭ്യാസ മേഖലയിൽ തടഞ്ഞു വെക്കുന്നതിനെ കുറിച്ചാണ് മന്ത്രി വി ശിവൻകുട്ടി ഇന്ന് പ്രതികരിച്ചത്. കേരളത്തിന് ന്യായമായി കിട്ടേണ്ട പൈസയാണ്, അത് ലഭിക്കുന്നത് വരെ ഒരു നിയമ പോരാട്ടം നടത്താനാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചതെന്നാണ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞത്. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ വരും വർഷങ്ങളിലെ പദ്ധതിയെ കുറിച്ച് സംസാരിക്കാൻ മന്ത്രി വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് ഇത്തരത്തിലൊരു രാഷ്ട്രീയ വിമർശനം മന്ത്രി ഉയർത്തുന്നത്. ഗുജറാത്തിലെയും യു.പിയിലെയും കുട്ടികളെ പരിഗണിക്കുന്നത് പോലെ കേന്ദ്ര സർക്കാർ കേരളത്തിലെ കുട്ടികളെയും കാണണം. ആ തരത്തിലൊരു വിവേചനം കാണിക്കാൻ പറ്റില്ല. കേരളം വിദ്യാഭ്യാസപരമായ മേഖലയിൽ ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട്, ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഈ പദ്ധതികളൊക്കെ ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും വരെ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. എന്നാൽ കേന്ദ്ര സർക്കാർ ഒരു നിഷേധാത്മകമായ സമീപനമാണ് കേരളത്തിലെ മറ്റു മേഖലകളെന്നോട് പോലെ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയോടും കാണിക്കുന്നു എന്ന രാഷ്ട്രീയ വിമർശനമാണ് വി ശിവൻകുട്ടി പറഞ്ഞത്. 1400 കോടി രൂപ വിദ്യാഭ്യാസ മേഖലയിൽ മാത്രമായിട്ട് കിട്ടാനുണ്ട്. നേരത്തെ തന്നെ PMC പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ നയങ്ങളോട് വിയോജിച്ചാണ് ഇടത് സർക്കാർ ഈ ഒരു സമീപനത്തിൽ ഇതിൽ ചേരാത്തത്. അതുമായി ബന്ധപ്പെട്ടുള്ള ഫണ്ട് തടഞ്ഞു വെക്കലും കാര്യങ്ങളൊക്കെ തന്നെയാണ് മന്ത്രി ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ സൂചിപ്പിച്ചത്. വരുന്ന എംപിമാരുടെ യോഗത്തിൽ ഈ വിഷയത്തിൽ സൂചിപ്പിക്കുമെന്നും കേന്ദ്ര സർക്കാരിനെതിരെ വേണമെങ്കിൽ കോടതിയെ സമീപിക്കുമെന്നും ഒരു നിയമ പോരാട്ടത്തിലേക്ക് കടക്കുമെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. ശരി സഫ്വാൻ.